വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 31-ാം തിരുവചനം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് ദൂതൻ മറിയത്തോട് പറയുന്നത് നമ്മുടെ കർത്താവ് കന്യകയുടെ ഉദരത്തിൽ നിന്നും മനുഷ്യ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ പിറക്കുന്നു എന്ന മഹത്തായ ദൈവിക സന്ദേശം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പാപം മൂലമോ മനുഷ്യബീജത്തിൽ നിന്നോ അല്ല ഇവൻ്റെ ജനനം. കന്യകയായ സ്ത്രീയിൽ നിന്നും ദൈവിക പ്രവൃത്തിയാൽ, ദൈവവചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ അവൻ ജനിക്കുന്നു. അനേകം ആളുകളിൽ ഇപ്രകാരം ദൈവവചനം വരുന്നുണ്ട്, അവർ ദൈവവചനം സ്വീകരിക്കുന്നു. പക്ഷേ ഈ വചനത്തെ പൂർണ്ണ വളർച്ച പ്രാപിച്ച മനുഷ്യരൂപമാക്കി പുറപ്പെടുവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. വചനം അവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യന് പ്രയോജനകരമായ സ്വീകാര്യമായ രക്ഷ നൽകുന്ന അവസ്ഥയിൽ അതിന് നൽകാൻ സാധിക്കാതെയും പോകുന്നു. എന്നാൽ മറിയം പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്നു. ഇത് മാനുഷിക പ്രവൃത്തിയല്ല, മനുഷ്യബീജത്തിൽ നിന്നല്ല. എന്നാൽ ജനിക്കുന്ന പുത്രൻ മനുഷ്യ ശരീരം ഉള്ളവനാണ്. യഥാർത്ഥ മനുഷ്യനായിട്ട് ഒരു പുത്രനെ പ്രസവിക്കാൻ പോകുന്നു. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവം എന്നത് ഭീതി ഉളവാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പുത്രൻ്റെ ജനനം അടുത്ത തലമുറയ്ക്ക് ജനനം നൽകുന്നു എന്നത് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. സമാനമായ രീതിയിൽ ഈ പ്രസവ വേദനകളെ പറ്റിയോ തുടർന്നുള്ള കാര്യങ്ങളെ പറ്റിയോ ഉള്ള ആശങ്കകൾ മാറ്റിക്കളയേണ്ടതിനായിട്ട് ദൂതൻ പറയുന്നു, നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്, അല്ലെങ്കിൽ സൗഖ്യം എന്നാണ്. രക്ഷകൻ ആണ് ജനിക്കാൻ പോകുന്നത്. പേരിടേണ്ടത് അമ്മയാണ്, അല്ലെങ്കിൽ മറിയമാണ് പേരിടേണ്ടത്, അപ്പനല്ല. കാരണം ഇത് അപ്പൻ്റെ പ്രവൃത്തിയിൽ നിന്നും ജനിക്കുന്ന ഒരു മകനല്ല. അതുകൊണ്ട് മറിയം പേരിടണം. ഉന്നതത്തിൽ സ്വർഗത്തിൽ ഇവൻ ആദിയിൽ ആയിരുന്നത് ഒരു അപ്പൻ്റെയോ അമ്മയുടെയോ സാന്നിധ്യത്തിൽ നിന്നും ജനിച്ചവനായിട്ടല്ല. അനാദി മുതലേ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും ആയിട്ടാണ് അവൻ സ്വർഗത്തിലായിരുന്നത്. അതിനാൽ അവന് അപ്പൻ അല്ലെങ്കിൽ അമ്മ എന്നത് ഭൂമിയിലെ ക്രമപ്രകാരം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണ് നീ അവന് പേരിടണം എന്ന് പറയുന്നത്. സാധാരണ പിതാക്കന്മാരാണ് മക്കൾക്ക് പേരിടുന്നത്, എന്നാൽ ഇവിടെ അമ്മയാണ് പേരിടേണ്ടത്. കാരണം സ്വാഭാവിക രീതിയിൽ ഒരപ്പൻ്റെ സംസർഗത്തിൽ നിന്നല്ല ഈ മകൻ ജനിക്കുന്നത്. ഈ ജനിക്കാൻ പോകുന്ന മകനാകട്ടെ രക്ഷകനായിരിക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.